ഹലോ എവരിവൺ, ഐ ആം കരുണാകരൻ. ബിടെക് ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിന്റെ ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിലും S3 ക്ലാസ്, സെക്കൻഡ് ഇയർ ക്ലാസ് കഴിഞ്ഞ ബുധനാഴ്ച തുടങ്ങിക്കഴിഞ്ഞു. സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്ലോമ എക്സാമിനേഷന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാത്തതിനാലാണ് നിങ്ങൾക്ക് ആ ക്ലാസ്സിലെത്താൻ കഴിയാതിരിക്കുന്നത്. ബിടെക് ലെറ്റ് അഡ്മിഷൻ എല്ലാവർക്കും സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ കൺട്രോളർ വിഭാഗമാണ് അത് ചെയ്യുന്നത്. അവർ സ്ഥിരമായിട്ട് ഇത് അട്ടിമറിക്കാറുണ്ട്. എല്ലാ വർഷവും, കഴിഞ്ഞ എല്ലാ വർഷവും നോക്കിയാൽ മനസ്സിലാവും, എല്ലാ വർഷവും അവർ ഇത് അട്ടിമറിക്കാറുണ്ട്. ഈ വർഷവും അവർ വിജയിച്ചു. നിങ്ങളുടെ S3 ക്ലാസ്സിൽ 5-1 2.5 മൊഡ്യൂൾ കഴിയുമ്പോഴായിരിക്കും, പകുതി മൊഡ്യൂൾ എടുത്തു കഴിയുമ്പോഴാണ് നിങ്ങളിനി ക്ലാസ്സിലെത്തുക. തുടക്കം പിഴച്ചു. 60 വിദ്യാർത്ഥികളുടെ ക്ലാസ്സിൽ 6 ലെറ്റ് വിദ്യാർത്ഥികളില്ലാത്തത് ആരും അറിയില്ല. ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് ഫാസ്റ്റ് മുന്നോട്ട് പോകും. LPS സെന്റർ അവരുടെ എൻട്രൻസ് എക്സാമിനേഷനും അതെല്ലാം വളരെ എഫിഷ്യന്റ് ആയിട്ട് നടത്തി. റിസൾട്ട് ലിസ്റ്റും പബ്ലിഷ് ചെയ്തു. ഓപ്ഷൻ എൻട്രി വരെ കഴിഞ്ഞു. DTയുടെ സമ്മർദ്ദം കാരണമാണ് അവരിപ്പം ഒന്ന് സ്ലോ ആക്കിയിരിക്കുന്നത്, ഒന്നും ചെയ്യാൻ പറ്റാത്തത്. LBS കോളേജ് അവർ അടുത്ത സ്റ്റെപ്പ് കോളേജിലേക്ക് അലോട്ട് ചെയ്യും. നിങ്ങൾ കോളേജിലേക്ക് ചേരാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് അവർ അഡ്മിഷൻ സമ്മതിക്കുമോ? കോളേജുകാർ ഇല്ല, അവരെടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അത് പത്രവാർത്തയാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ LBSന്റെ മേലെ ഒരു സമ്മർദ്ദം ചെലുത്തുകയാണ്, സ്ലോ ആക്കാൻ വേണ്ടിയിട്ട്. ഇനി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് സ്പോട്ട് അലോട്ട്മെന്റും കഴിഞ്ഞിട്ട് നിങ്ങളുടെ യഥാർത്ഥ കോളേജ് ഇങ്ങനെ മാറി മാറി വരുമല്ലോ, ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷൻ വരുമ്പോൾ ആടെ യഥാർത്ഥ കോളേജിലെത്തുമ്പോൾ 1 മാസം കഴിയും. ഒരു പരിചയം ഉണ്ടാവില്ല, പുതിയ കുട്ടികളും സബ്ജക്റ്റും ഒന്നും ആയിട്ടും. ഡിപ്ലോമ റിസൾട്ട് ലേറ്റ് ആക്കിയാൽ മറിയുന്നത് ലക്ഷങ്ങളാണ്. ഒറ്റ നോട്ടത്തിന് ആർക്കും മനസ്സിലാവില്ല എവിടെയാണെന്നുള്ളത്. കാണാത്ത കളി ഇതിന്റെ പുറകിൽ ഒരുപാടുണ്ട്. തൊഴിലുറപ്പുകാരുടെയും ഈ പീഡിയ തൊഴിലാളികൾക്കാരുടെ, ഓട്ടോ ഡ്രൈവർമാരുടെ, ഇവരുടെയൊക്കെ മക്കളായി പോളിടെക്നിക്കിൽ പഠിക്കുന്നത്. അതിലൊരു ചെറിയൊരു വിഭാഗമാണ് ബിടെക് ലാറ്ററൽ എൻട്രിയിലൂടെ ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തുന്നത്. ഈ പാവങ്ങളാണെന്നുള്ളത് ഓഫീസിൽ അവർക്കറിയാം. അതിലാണ് കൈയിട്ട് വാരുന്നതെന്നും അവർക്കറിയാം. എന്നാലും അവരിത് എല്ലാ വർഷവും സ്ഥിരമായിട്ട് ചെയ്യുന്നു. ഇത് ചതിയാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. മാറി വരുന്ന സീനിയർ ജോയിന്റ് ഡയറക്ടർ അല്ലെങ്കിൽ എക്സാമിനേഷൻ കൺട്രോളർക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഓഫീസ് സംഘടിതരാണ്. അവർ സീനിയർ ജോയിന്റ് ഡയറക്ടർക്ക് നിസ്സഹായരാണ്. ഈ സംഘടിതരാണ്, ഓഫീസ് ശക്തരാണ്, പ്രബലരാണ്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അവരാ. കാരണം വർഷങ്ങളായിട്ട് അവർ ഇതിന് ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. മിനിസ്റ്റർക്കും മേലെയാണ് അവർ. അപ്പോൾ നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് കൂടിയാലോചിക്കുക. ലേറ്റ് സമയമില്ലേ, കാരണം ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുക, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്ത് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, മാഡത്തോട് അപേക്ഷിക്കുക, എന്തെങ്കിലും ഒരു വഴി കാണിത്തരണം എന്ന് പറയൂ. ഒന്ന് ശ്രമിച്ചു നോക്കൂ. താങ്ക് യു ഫ്രണ്ട്സ്, സീ യു അഗെയിൻ.